അപ്പൊ നമ്മൾ പോസ്റ്റർ നോക്കുമ്പം രണ്ട് ഫോട്ടോയും അച്ചട്ട് പോലെ ആ ഒരു ചിരി സെയിം ചിരി. അപ്പൊ ഈ ഒരു മുല്ലശ്ശേരി രാജുവിനെ പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ നമ്മൾ അത് ഒരു സിനിമയിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് കഥാപാത്രം വേണം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ഡോക്യുമെന്ററി ടൈപ്പിൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുന്നു. അപ്പം ഈ രണ്ട് പടങ്ങൾ, ഒന്ന് മുല്ലശ്ശേരി രാജുവും അദ്ദേഹത്തിൻ്റെ വൈഫ്. ഇതിപ്പം മുല്ലശ്ശേരി രാജു അഭിനയിക്കുന്ന ഞാനും എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ആശാ ശരത്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമിലാരിറ്റിയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടെ ഞാൻ പറയാം. ഞാൻ ഈ ഫോട്ടോ കണ്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമയൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. കാര്യം അത്രമാത്രം സിനിമാക്കാരുമായിട്ടും കലാകാരുമായിട്ടും ഗായകരുമായിട്ടും ഒക്കെ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പല സന്ദർഭങ്ങളിലും ജസ്റ്റ് അവിടെ എത്തിയില്ല. അപ്പം ഞാൻ അത് ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ജയരാജ് ഇങ്ങനെയാണ് ഈ ഫോട്ടോ ഇങ്ങനെയായിരുന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് ഇവര് വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. അപ്പൊ അവരൊക്കെ പറഞ്ഞു അത്ഭുതകരമായ റിസംബ്ലൻസ് ആണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഒരു പരിധി വരെ ഞാൻ വിശ്വസിച്ചുള്ളൂ. ഞാൻ എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞു. ഈ സിനിമ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എൻ്റെ ഫോണിനകത്ത് ഞാൻ പിന്നെ വെച്ചിരുന്നു. നെക്സ്റ്റ് സിനിമ ഹരീഷ് പേരാടി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ, അദ്ദേഹവും ഞാനും കൂടെ ചെയ്യുന്നു. അപ്പം ഷൂട്ടിങ് തുടങ്ങാൻ കുറച്ച് താമസിക്കും. അപ്പം ഞാനും അദ്ദേഹം കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം മുകേഷ് ഏത് സിനിമ ചെയ്തത്? ഞാൻ പറഞ്ഞു ജയരാജിൻ്റെ മെഹഫിൽ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പെട്ടെന്ന് എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലശ്ശേരി രാജു ജീവിച്ചിരുന്ന ആളാണ്, 14 കൊല്ലം തളർന്നു കിടന്ന കോഴിക്കോട്ടുകാരനാണെന്ന് പറഞ്ഞപ്പം പുള്ളി വേറെ ഒന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല. പുള്ളിയും ഒരു സസ്പെൻസിൽ, മുകേഷ് എൻ്റെ ചെറിയ പ്രായം, സ്കൂളിൽ പഠിക്കുകയാണ്, ഒരു വള്ളി നിക്കറക്കിയിട്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നടന്നാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പോകുന്നത്. ഒരു ദിവസം നടന്നിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ടിൽ ഒരു വെള്ള അംബാസഡർ കാർ വന്നു നിന്നു. അപ്പം നമ്മളെല്ലാവരും നിന്നു. നോക്കുമ്പോൾ ഡോറ് തുറക്കുന്നു, ഒരു വെള്ള ചെരുപ്പ് പുറത്തോട്ട് വരുന്നു, പിന്നെ ഒരു വെളുത്ത കസവ് മുണ്ട് വരുന്നു, പിന്നെ ജുബ്ബ ഇട്ടൊരാൾ വരുന്നു. തിരിഞ്ഞു നോക്കി അയാൾ പുഞ്ചിരിക്കുന്നു ഞങ്ങളെ നോക്കി. യേശുദാസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശുദാസിനെ കാണുന്നത്. ഞങ്ങളെല്ലാവരും യേശുദാസിനെ ജീവിതത്തിൽ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നില്ല. അന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, സിനിമാ നടിമാരെ കാട്ടിയൊക്കെ ആരാധകരുള്ള ഒരാളായിരുന്നു ദാസേട്ടൻ. ഞങ്ങൾ സ്തബ്ധരായി നിന്ന് എല്ലായിടത്തും ടാറ്റ പറഞ്ഞിട്ട് കയറിപ്പോയി. അത് മുല്ലശ്ശേരി രാജുവിന്റെ വീട്ടിലേക്കാണ് കയറിപ്പോകുന്നത്. അദ്ദേഹം കൂടെ വരുമെന്നറിയാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ സ്കൂളിലേക്ക് ഓടുകയാണ് ഈ വിവരം ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ വേണ്ടി. പറഞ്ഞു വന്നത് മുല്ലശ്ശേരി രാജുവിനെയും വൈഫിനെയും എനിക്ക് എത്രയോ കാലമായിട്ട് കൊച്ചു പ്രായം മുതൽ അറിയാം. ഇത് തന്നെ. അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭയങ്കരമായ ഒരു റിസംബ്ലൻസ് എങ്ങനെയോ വന്ന് പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം. അതെ അതെ അതെ. അപ്പൊ ഈ മുല്ലശ്ശേരി രാജു, ബേബി ചേച്ചി, ആ ഒരു പ്രണയം, ഞങ്ങള് കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ അനൂപേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പം അനൂപേട്ടൻ പറഞ്ഞു, അനൂപേട്ടൻ കണ്ടിട്ടുള്ള ഏറ്റവും മഹത്കരമായിട്ടുള്ള പ്രണയം ഇവരുടേതാണെന്ന്. മുകേഷ് ചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ ആയിരിക്കും നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ ഈ ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തെ കുളിപ്പിക്കുന്നത് തൊട്ട് അദ്ദേഹം ഉറങ്ങുന്നത് വരെ ഒരു സ്ത്രീ ഇങ്ങനെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗാധമായ പ്രണയമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നതാണ്. ഒരു മടിപ്പ് കാര്യം അല്ലെങ്കിൽ തന്നെ ഫുൾ എനർജി ആയിട്ട് ഫുൾ ആരോഗ്യത്തോടെ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ പ്രശ്നമാകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നു അവരെ അതേപോലെ സൽക്കരിക്കുക. ഇങ്ങനെ 24 hours രാത്രി ഉറങ്ങുന്നുണ്ടോ, അതല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് വേറൊരു ബന്ധത്തിനും അത് പറ്റത്തില്ല. പ്രണയം തന്നെ ആയിരിക്കണം. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ മുകേഷ് ചേട്ടന് ചില ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം വളരെ തിരക്കുള്ളൊരു MLA ആണ്, അതിൻ്റെ കൂടെ സിനിമകൾ ചെയ്യുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, പ്രൊമോഷൻസ് വരുന്നു. എങ്ങനെയാണ് ഈ ടൈം എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? അല്ല, ഞാനതെല്ലാം എൻജോയ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ
എൻ്റെ ജീവിതം ദുരന്തമാണ്. നമ്മുടെ രാവിലെ ആകുമ്പോൾ ഇനി അവിടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടെ പോയിട്ട് നമുക്കത് പറയണം, അവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് അത് രസിക്കാം. അപ്പോൾ അങ്ങനെ ഒരു രസച്ചരട് എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നിയമസഭയിൽ ഇപ്പം ഞാൻ MLA ആയിട്ട് എന്നെ ഇലക്ട് ചെയ്തപ്പം കേരളം ഒട്ടുക്ക് കൂടുതലും എതിർ പാർട്ടികളായിരിക്കും നാച്ചുറലി. ഇയാൾ ഈ സിനിമ നടൻ നാടകത്തിൽ അഭിനയിക്കുന്നു, TV പോകുന്നു, ബെഡായി ബംഗ്ലാവിൽ പോകുന്നു, ഇയാൾ എങ്ങനെ നിയമസഭയിലെത്തും? നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ബാക്കി എല്ലാം നമ്മൾ മാറ്റി വെക്കുന്നത് കമ്മിറ്റ്മെന്റ്, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റാണ്. 9.5 കൊല്ലത്തിനകത്ത് വെച്ച് 3 ദിവസവും മറ്റോ ആണ് ഞാൻ പോകാതിരുന്നിട്ടുള്ളത്. അത് കൊറോണ ഉള്ള സമയത്ത് ഞാൻ പോയിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി വരാതിരിക്കും. പക്ഷേ ഞാൻ പോയി തന്നെയാണ്, ബിക്കോസ് ഐ എൻജോയ്. പലരും എന്നോട് പറയുന്നുണ്ട് സിനിമയും നാടകവും TV അല്ല, ഈ നിയമസഭയിൽ നടന്ന ഹിലേറിയസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, കാര്യം ഒരുപാട് അഭിനയവും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇത് വെച്ചിട്ടൊരു ബുക്ക് എഴുതണം, ഒരു പുസ്തകം. അത് ആരും എഴുതത്തില്ല, അത് ഇങ്ങനെ കുറിച്ചു വെക്കണം. മുകേഷ് കഥകളുടെ കൂട്ടത്തിൽ അതും കൂടെ ചേർക്കണം. അപ്പൊ ഞാൻ അല്ലാത്ത സമയത്ത് ഇപ്പം നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഞാനിങ്ങനെ നിയമസഭയുടെ പുറത്തോട്ട് ലൈബ്രറിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എതിർ പാർട്ടിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ. കോൺഗ്രസും പിന്നെ BJP ഇല്ലല്ലോ. ഇവർ വന്നിട്ട് നമ്മളെ പറ്റി പുതിയ വല്ലതും ഉണ്ടോ, പുതിയത് പറഞ്ഞ ഇറങ്ങിയെന്നിറങ്ങി എന്നെ പറ്റിയാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു സന്ദേശമാണ്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എതിർ പാർട്ടിയിലാണെന്ന് പറഞ്ഞ മുഖവും വലിച്ചു കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സമൂഹ സ്റ്റാൻഡ് സ്റ്റില്ലായി ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് എല്ലാം. അപ്പൊ അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട്. പുസ്തകം എഴുതൽ എവിടെ വരെയായി? ഞാൻ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം മുകേഷ് കഥകൾ ഞാൻ ഒരു 133 എപ്പിസോഡ് ചെയ്തിരുന്നു. മുകേഷ് സ്പീക്കിംഗ്. സത്യം പറഞ്ഞ ചേട്ടൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചേട്ടൻ വീഡിയോസ് അല്ല, ഞാനത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് അത് അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പം നിൽക്കുകയാണ്. 133 എപ്പിസോഡാകുമ്പോൾ ഒരു എപ്പിസോഡിൽ 4 കഥ വെച്ച് ഒരു 400 കഥയ്ക്ക് മേളിൽ ഇപ്പോഴും ഉണ്ട്. സിനിമ ഉണ്ട്, നാടകമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബേ തന്നെ മാറും. ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആണ് അതൊക്കെ. അല്ല, അത് ഇതിനകത്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിന്റെ പ്ലസ് പോയിന്റുകൾ വളരെ പ്ലസും മൈനസും ഉണ്ട്. മൈനസാണ് കൂടുതൽ എങ്കിലും ലോകത്തുള്ള എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ എല്ലാ സ്ഥലവും ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാവരും കാറിലാണ് ജോലിക്ക് പോകുന്നത്, എല്ലാം ട്രാഫിക്കിലുമാണ്. അപ്പൊ അപ്പോഴെല്ലാം ഇത് കാണുകയാണ്. കേട്ടത് തന്നെ വീണ്ടും കേൾക്കുന്നു. നിർത്തിയപ്പോ എനിക്ക് എല്ലാം തരത്തിലാണ് ഞാൻ നോക്കിയപ്പോ 1 ഇയർ മുന്നെയാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഇനി തിരിച്ചു വരുമോ? വരും. വേറെ ഫോർമാറ്റിൽ വരും. ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രാവണിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രാവൺ ആണെങ്കിൽ ഇപ്പം 6 വർഷത്തിന് ശേഷം റീഎൻട്രി ചെയ്യാണ്. ഇന്നാണ് സുമതി വളവ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ചേട്ടൻ ഈ 6 വർഷം ശ്രാവൺ കൊടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഈ കലയുടെ ഒരു വലിയൊരു മാജിക് ഉണ്ട്, ഒരു ആകർഷണം. ഒരു സിനിമയിലോ നാടകത്തിലെന്ന് ഞാൻ പറയുന്നില്ല, സിനിമയിൽ അതിന് അഭിനയമാകണ്ട, ഡയറക്ഷനായാലും എഴുത്താണെങ്കിലും ക്യാമറ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഒക്കെ ഒന്ന് കയറിയിട്ട് പോകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ശ്രാവണിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രാവൺ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് 6 കൊല്ലം മുമ്പ് ഒരു സിനിമ അഭിനയിച്ചു. തിരിച്ചു പോയിട്ട് വേറെ കുറെ സിനിമകൾ വന്നിട്ട് അവർക്ക് അവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ അവിടെ തന്നെ ജോലിയിൽ കയറി വളരെ സജീവമായ ഒരു ഡോക്ടറാണ്. ഹോസ്പിറ്റലിന് വേണ്ട ഒരു ഡോക്ടറാണ്. പക്ഷെ അവന്റെ മനസ്സ് എപ്പോഴും, അതാണ് സിനിമയുടെ ഒരു വലിയ ക്യാച്ച് എന്ന് പറയുന്നത്. ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും വെളി രാജ്യങ്ങളിലൊക്കെ പോകുന്നു ഒരു പ്രോഗ്രാമിനും ഷൂട്ടിങ്ങിനും. അപ്പം വലിയ നിലയിലുള്ള മലയാളികൾ കാണുമ്പോഴാണ് അറിയുന്നത്, അന്ന് ഇത്ര ഈ 15-20 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ അഭിനയിച്ച ആളാണ്. അയ്യോ, ഇയാൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്താ ഞാൻ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു. ഇവിടെ ബിസിനസ്സാണ്, വീടിന് മുമ്പിൽ കാർ കിടക്കുന്നു, മറ്റേത് മറിച്ചത് എല്ലാം. നമ്മളവിടെ ഭക്ഷണത്തിൽ കഴിക്കാൻ പോകുന്നു, ഭക്ഷണം കൊണ്ട് മക്കളെ എല്ലാം നല്ല വെൽ സെറ്റപ്പിൽ നിൽക്കുക. അങ്ങോട്ട് കൈ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങോട്ട് വന്നു, മുകേഷ് ഒരു കാര്യം വരൂ, ഞാനങ്ങ് വരുക.
എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ഇയാളിത് പറയണമെന്നുണ്ട്, ഇവിടെ കൊള്ളാം, അങ്ങോട്ട് ഇപ്പൊ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവര് തെറ്റിദ്ധരിക്കും, ഓ ഞാൻ വന്നാ ഇവന് പേടിയാ, അല്ലെങ്കിൽ ഞാൻ റോൾ അടിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം പറയുന്നത് കുറച്ചും കൂടെ നില്ലേ, ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആയിട്ട് വന്നാൽ പോരെ, ഇത്രയൊക്കെ നമുക്ക് പറയാനൊക്കെ. അതാണ് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ. കുറച്ചാൾ മുമ്പ് ശ്രാവൺ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ എനിക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ. ഞാൻ ചോദിച്ചു എന്താണ്? അതെനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ചങ്ങ് ജീവിതകാലം മുഴുക്കെന്നല്ല, എനിക്ക് ഒരു 3-4 സിനിമയിൽ അഭിനയിക്കണം, പ്രത്യേകിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കണം, അത് ഏതെങ്കിലും ഒരു സിനിമയിൽ. പക്ഷെ ഒരുപാട് പേര് ഇത് എതിർക്കുന്നുണ്ട്. അവൻ്റെ അമ്മയൊക്കെ എതിർക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എന്നെ മനസ്സിലാക്കണം, എനിക്ക് അഭിനയിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, നീ ഇവിടെ എൻജോയ് ചെയ്യുന്നില്ലേ, ഈ ജോലി എൻജോയ് ചെയ്യുന്നില്ല? ഇല്ല, എൻ്റെ മനസ്സ് മുഴുക്ക സിനിമയാണ്. കളഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞു. ഒന്ന് ശ്രമിക്കാൻ പോയി, ജീവിതം ഒന്നേ ഉള്ളൂ, നീ ഇത് ശ്രമിച്ചിട്ട് അതുണ്ടല്ലോ കയ്യിൽ. നിനക്ക് ഡിഗ്രിയും കാര്യങ്ങളും എക്സ്പീരിയൻസും 5-6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ആ ഹോസ്പിറ്റലുകാർ തന്നെ പറയുന്നുണ്ട്, എപ്പോൾ വന്നാലും ഞങ്ങൾ എടുത്തോളാം, ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാം. അതിന്റെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതെന്നും അതൊരു വേദനയാണ്. അങ്ങനെയാണ് വന്നത്. പിന്നെ ശ്രാവൺ ഒരു കാര്യം കൂടെ പറഞ്ഞു, 11 മണിക്ക് ശേഷം മുകേഷ് ചേട്ടനെ വിളിക്കാൻ ശ്രാവണ് പേടിയാണ്. 11 മണിക്ക് ശേഷം എന്താണ് മുകേഷ് ചേട്ടന് പറ്റുന്നത്? ഞാൻ ഉറങ്ങിപ്പോവും. ഓക്കെ, അപ്പം ഇനി മുകേഷ് ചേട്ടന്റെ പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാ? ഇനിയിപ്പം അടുത്തത് ഞാനും ഉർവശിയും ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഉർവശിയുടെ മകളും അതിനകത്ത് അഭിനയിക്കുന്നു. അതിന്റെ ഡയറക്ടർ ഒരു പെൺകുട്ടിയാണ്, ആതിര എന്ന് പറഞ്ഞിട്ട്. സ്ക്രിപ്റ്റൊക്കെ പിന്നെ ഇദ്ദേഹവും നമ്മുടെ അഭിലാഷ് പിള്ളയും രണ്ടുപേരോട് ചേർന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പടമാണ്. ഹ്യൂമർ ബേസ്ഡ് ആണ് എങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിപ്പം അടുത്ത മാസം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. പിന്നെ ഇനി 5-6 മാസം കൂടെ ഉള്ളൂ ഈ MLA-യുടെ ഈ 2ാം ടേം തീരാൻ വേണ്ടി. ഇപ്പോഴാണ് കൂടുതലും ഉദ്ഘാടനങ്ങളും ഈ കാലഘട്ടം നമ്മൾ മുഴുക്ക ചെയ്ത കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു പരിസമാപ്തി. അപ്പം കുറേ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം തിരുവനന്തപുരവും കൊല്ലവുമായിട്ട്. അപ്പം വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യമാണ്. ഉദാഹരണ സഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീഫ് മിനിസ്റ്റർ കൊല്ലത്തുള്ള MLA-മാരെ എല്ലാവരെയും ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇനി 5-6 മാസം കൂടെ ഉള്ളൂ, എന്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തു തരേണ്ടത് ഗവൺമെന്റ്? കാര്യം ഇനി ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുക ഓരോരുത്തരും. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് 2 MLA-മാര്, ആരാന്ന് പേര് പറയുന്നില്ല, കൊല്ലം, എൻ്റെ അടുത്ത് ചോദിക്കുന്നു, മുകേഷ് നീ എന്തോ വേണ്ടത്, എല്ലാം ആയില്ലേ? അതാണ് ശരിക്കും ഞാൻ ചെയ്ത വർക്ക്. പക്ഷേ ആളുകൾ മുൻവിധിയോടെ, ഇയാള് സിനിമയിലും TV-യിലും ഒക്കെ പോകുന്ന ഇയാൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കലാകാരനായതുകൊണ്ടും സിനിമാ നടനായതുകൊണ്ടും പല സന്ദർഭങ്ങളിലും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ വന്ന് ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നോ എന്ന് പറയുന്നത്? അത് സിനിമയുടെ ശക്തിയാണ്. പല സന്ദർഭങ്ങളും നമുക്കത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമുക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്.